ഹായ് ഓൾ. ഇതൊരു റിയാക്ഷൻ വീഡിയോ ഒന്നല്ല, പക്ഷേ എൻ്റെ വിഷമം കൊണ്ടും എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഇന്നലെ വൈകിട്ട് മോനെ പൂച്ച മാന്തിയതിൻ്റെ പേരിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു 6:45 ടൈമിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. 6:45 പോയ ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്ന സമയം എന്ന് പറയുന്നത് പുലർച്ചെ 12:45. അവിടെ അത്രയും തിരക്കുണ്ട്. അവിടുത്തെ സ്റ്റാഫിൻ്റെയോ ഡോക്ടേഴ്സിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. അവർക്ക് ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ രോഗികൾ ഇത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയാം. നിന്ന് 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 നമ്മൾ കാര്യം കഴിച്ചു. ഒന്ന് ഇരിക്കാൻ പോലുള്ള സ്ഥലമൊന്നുമില്ല. എല്ലായിടത്തും ക്യൂ. ഒരു 5-6 സ്ഥലത്ത് ഇവിടെ നിന്ന് അവിടെ ക്യൂ നിൽക്കുക, ഇവിടെ നിന്ന് ഇവിടെ ക്യൂ നിൽക്കുക, അവിടെ നിന്ന് ഇവിടെ ക്യൂ നിൽക്കുക. ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ മരുന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ മരുന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നിൽക്കുക. അത് കഴിഞ്ഞ് വീണ്ടും നിൽക്കുക. 2 ഷോൾഡറിലത്തെ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ ക്യൂ നിൽക്കുക. നമ്മൾക്ക് ഒരു അസുഖം വന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് വയ്യാണ്ടായി തിരിച്ച് വേറെ അസുഖം വല്ല തലകറങ്ങി വീഴേ വരിക ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അത് കഴിഞ്ഞു, അത് പോട്ടെ എന്ന് വിചാരിച്ചു. ഈ 12:45 സമയമായതുകൊണ്ട് സെക്കൻഡ് ഡോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഡേറ്റ് ഒക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴാണ് വരേണ്ടത്, ഏത് സമയത്താണ് വരേണ്ടത്, ഇനി അതിന് വേറെ ടോക്കൺ എടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കാലത്തൊരു 8 പ്രാവശ്യം ഫോൺ വിളിച്ചു. അവർ തന്നിട്ടുള്ള OP ടിക്കറ്റിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ ബിസി, പിന്നെ വിളിച്ചപ്പോൾ ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർ എന്തിനാണ് ഈ നമ്പർ കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്പർ കൊടുക്കാതിരുന്നാൽ പോരെ. അപ്പം നമുക്കൊരു എൻക്വയറി ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ പോയി അന്വേഷിച്ച് അവിടുത്തെ വരി നിന്ന് അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് വീണ്ടും വന്നിട്ട് വേണം വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ. ഇതിന് ഞാൻ എന്തെന്നാ പറയണ്ടേന്ന് എനിക്കറിയില്ല. കാരണം അത്രയും മാത്രം വിഷമവും സങ്കടമായി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. നമ്മൾ പാവപ്പെട്ട മനുഷ്യർക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നത്. അവിടുത്തെ സ്റ്റാഫിൻ്റെയോ ഡോക്ടേഴ്സിൻ്റെയോ ഒന്നല്ല, അവിടെ ആൾക്കാരില്ലാത്തതിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതെങ്കിലും അധികാരികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അത്രേ ഞാൻ പറയുള്ളൂ. കാരണം വോട്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. നമ്മൾ വോട്ടൊക്കെ ചെയ്ത് വിജയിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തെ അവസ്ഥയാണിത്. അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പം നമ്മളെന്താ വേണ്ടത്? സത്യത്തിൽ ഞാൻ വോട്ട് ചെയ്യണ്ട എന്നാണ് ഇപ്പോൾ വിചാരിക്കണത്. കാരണം നമ്മളൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇതൊരു അനുഭവമല്ല, മുമ്പ് ഇതേപോലെ